എന്താ ചേച്ചി? ടാങ്കിൽ വെള്ളമില്ല, കുറച്ച് വെള്ളം എടുക്കാന്ന് വിചാരിച്ചതാ. പൈപ്പിലും വെള്ളല്ലേ? വെള്ളമൊക്കെ ഉണ്ട്. അങ്ങോട്ട് നോക്ക്, അവന്റെ ഒരു നീരാട്ട്. എന്നും രാവിലെ ഇതാ അവന്റെ പരിപാടി. അവന്റെ കുളി കഴിയുന്നവരെ ആരെ കൊണ്ട് അവൻ വെള്ളം എടുപ്പിക്കില്ല. ഇവിടെ ആണുങ്ങൾ ആരുല്ലേ? ഉണ്ടായിട്ടെന്താ? ആരാ അവനോട് ചോദിക്കുക? എങ്കിൽ എല്ലാവർക്കും കൂടെ പോലീസിൽ കംപ്ലൈന്റ് എഴുതി കൊടുത്തൂടെ? പോലീസ് എങ്കിൽ തീർന്നത് തന്നെ. പിന്നെ ഒരെണ്ണത്തിനെ അവൻ ഇവിടെ കിടത്തി പൊറപ്പിക്കില്ല. വെള്ളം എടുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. മോളെ സിന്ധു, വേണ്ട, നിന്ന് ചൊറിയാതെ വെള്ളം ഒഴിയടാ. വെള്ളം ഒഴിക്കാൻ ആരാടി വെള്ളം എടുക്കാൻ പറഞ്ഞേ? ചോദിച്ച കേട്ടില്ലേ? ഈ പൈപ്പ് നിങ്ങൾക്ക് കുളിക്കാൻ വേണ്ടി കോർപ്പറേഷൻ വെച്ചു തന്നാണോ? സ്ത്രീകൾ വെള്ളം എടുക്കുന്നിടത്തുനിന്ന് കുളിക്കാൻ നാണല്ലേ നിങ്ങൾക്ക്? നാട്ടുകാർക്ക് കുടിക്കാനുള്ള വെള്ളം ഇത്, അല്ലാതെ കണ്ടവർക്ക് വന്നിരുന്ന് കുളിക്കാനുള്ളതല്ല. നിങ്ങളൊക്കെ ആരെ പേടിച്ചോണ്ടാ നിൽക്കുന്നത്? വന്ന് വേഗം വെള്ളം എടുത്തോണ്ട് പോ. ഏതാ പെണ്ണ്? ഒരു പീഡിത. എന്തൊക്കെ പറഞ്ഞാലും നീ ചെയ്ത് ശരിയായില്ല. എന്തും ചെയ്യാൻ മടിക്കാത്തവനവൻ. ഇങ്ങക്കിത് എന്തായി പോയിന്ന്? പിരാന്തുണ്ടോ? ഇതുവരെ മൂപ്പര മുഖത്ത് നോക്കിയിട്ട് ഒറ്റ കുട്ടി എതിർത്ത് വർത്താനം പറഞ്ഞിട്ടില്ല. നിങ്ങള് സൂക്ഷിച്ചോളി. അയാൾ എന്ത് ചെയ്യുന്ന പറയുന്നത്? നിങ്ങളെപ്പോലുള്ളവര് പേടിച്ച് ഓച്ചാൻസ് നിന്നിട്ട് അയാൾ ഇവിടെ കിടന്ന് വിലസുന്നത്. ചോദിക്കാനും പറയാനും ആരും ഇല്ലാന്ന് വന്നാ ആർക്കാ ഗുണ്ടായിസം കാണിക്കാൻ പറ്റാത്തത്? നീ പറയുന്ന പോലെ അല്ല മോളെ. ഇവിടുത്തെ വലിയ വലിയ ആൾക്കാർക്കും പോലീസുകാർക്കും ഒക്കെ വേണ്ടപ്പെട്ടവനവൻ. ശരിയാട്ടോ, അവരൊക്കെ മൂപ്പര് വെച്ച് മുതലെടുക്കുക. ഇറങ്ങി വാടി. ഒരു മറ്റേടത്തെ മൈസ്ത്രേറ്റ് വന്നിരിക്കുന്നു. നാളെ നേരം വിളക്കുന്നതിന് മുമ്പ് ഇവിടുന്ന് ഇറങ്ങിക്കോണം, അല്ലെ അടിച്ച് പൊളിക്കുന്നതല്ല. എന്റെ കുളി മുടക്കാൻ നീ ആരടി? മര്യാദക്ക് നിന്നില്ല, നിന്റെ കുളി ഞാൻ മുടക്കും. നീ കോർപ്പറേഷനാണ്, ഞങ്ങള് മുനിസിപ്പാലിറ്റി. ചന്ത ചന്ത പൂലൻ ദേവി. മോളെ നീ അവിടെ ഇരിക്കും. അവനൊരു കുടിയനാ. അവനെന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ച് നീ അവിടെ ഇരിക്കും. എന്താണ് ഒക്കെ ചത്തോ? നമ്മള് സംസാരിച്ച് നമ്മളെ വല കളയണ്ട. നമുക്ക് പോവാം. ഒരു പട്ടിനെ കാണില്ല. നേരം വെളുക്കുമ്പോ ഒറ്റയെണ്ണത്തിലൂടെ കണ്ടേക്കരുത്. നാളെ നേരം വെളുക്കാതിരിക്കാൻ വേണ്ടി എടപ്പള്ളി പള്ളിയിൽ 8 മെഴുതി കത്തിച്ച് പ്രാർത്ഥിച്ചോടി. ഞങ്ങളെ സ്വഭാവം അറിയില്ല. ശവങ്ങള് കാലത്ത് തന്നെ പൈപ്പിന്റെ ഇടയ്ക്ക് പറ്റി പറ്റ പോലെയാ. മുഖം കാണാതിരിക്കാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അവിടെ ഇരിക്കട്ടെ. എവിടെയായിരുന്നടാ ഇത്ര നേരം? അടുപ്പില്. ഉസ്താദ് ഒരു കാര്യം ഞാൻ പറഞ്ഞേട്ടോ, വെള്ളം തൂക്കി തൂക്കി എന്നെ നടു ഒടിഞ്ഞു. ഒന്നില്ലെങ്കിൽ കുളി പൈപ്പിന്റെ അടുക്കലേക്ക് ആക്കാം, അല്ലെങ്കിൽ പൈപ്പ് എടുത്ത് കുളിപ്പരയിൽ വെക്കാം. ഇതൊന്നും പറ്റില്ല, കുളി വേണ്ടെന്ന് വെക്കാം. വെള്ളം എടുക്കുമ്പോ എന്റെ തോല് കരിഞ്ഞു പോയി. എവിടെന്നാ വന്നൊരു പീറ പെണ്ണ് മരട്ടിന്ന് പറഞ്ഞ് ചോർന്നു പോകുന്നതാണ് ഉസ്താദിന്റെ വീര്യം. മതി ചലിച്ചത്. പോപ്പേ. എന്താണ് ഇളിക്കുന്നേ? അല്ല, മനുഷ്യന്മാരുടെ ഒരു മാറ്റം കാണുമ്പോ എങ്ങനെ ചിരിക്കാണ്ടിരിക്കുക? കുളി എവിടെ ആക്കിയത്? മോശമായി പോയി. പിന്നെ നിന്റെ വരയിലൊന്ന് കുളിക്കണോ? അത് ബാപ്പയോട് ചോദിക്കണം. നിന്ന് കിണുങ്ങുന്നു. നിങ്ങളെന്താണ് ചൂടാവണേ? അതെ, നമുക്കൊരു കാര്യമുണ്ട് പറയാൻ. നിങ്ങൾ ആരുടെ മുമ്പിലും തോക്കരുത്.
എല്ലാവരുടെ മുമ്പിലും എന്നും വമ്പനെ കാണുന്ന ഞമ്മക്കിഷ്ടം. താത്തക്കുട്ടിയെ ആ? ഈ ഒറ്റയാന്റെ കൊമ്പി തന്നെ വേണം ഊഞ്ഞാലാട്ടം. അവൾക്ക് നാണായി, എനിക്ക് നാണായി. ഉസ്താദ് എന്താ ആലോചിക്കണേ? ഞാനൊരു കാര്യം ചോദിച്ചാ ഉസ്താദ് ദേഷ്യപ്പെടരുത്. എനിക്ക് കുറച്ച് പൈസക്ക് ആവശ്യമുണ്ടായിരുന്നു. എന്തിനാ? നിനക്ക് കെട്ടിയോളും മക്കളുണ്ടോ അട്ടപ്പാടിയില്? അമ്മയ്ക്ക് നല്ല സുഖമില്ലാന്ന് പറഞ്ഞ് നാട്ടിൽ നിന്ന് കത്തുണ്ടായിരുന്നു. നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം. ഉണ്ണികൃഷ്ണ, ഇങ്ങ വന്നേ. മണി ഓർഡർ ഉണ്ടോ? ഉണ്ട്, പക്ഷെ അച്ചൂട്ടിക്കില്ല. എനിക്കാരയക്കാനോട്. അതല്ല, താൻ ഒരു കാര്യം ചെയ്യും. തന്റെ കയ്യിലുള്ള മണി ഓർഡർ 2 ദിവസത്തേക്ക് എനിക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ചെറിയ റോളിങ്ങിനാ. കണ്ടവരുടെ മണി ഓർഡർ എടുത്ത് റോൾ ചെയ്യാനോ? എന്റെ പണി തെറിച്ചു പോവും. ഒന്ന് പോടോ. എറണാകുളത്തും തിരുവനന്തപുരത്തേക്ക് ഒരു കത്തയച്ചാ കിട്ടുന്ന 4 മാസം കൊണ്ടാ. എന്നിട്ടാ മണി ഓർഡർ. എടോ, ഈ മണി ഓർഡർ കിട്ടാനുള്ളവർക്ക് അറിയോ ഇന്ന് അവരുടെ കാശത്തുവന്ന്? താൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. 2 ദിവസം കഴിഞ്ഞ് പലിശ അടക്കം തിരിച്ചു തരാം. നടക്കില്ല. വേറെ എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. എന്നാ ഒരു കാര്യം ചെയ്യും, നിന്റെ പെങ്ങളെ ഇവന് കെട്ടിച്ചു ഓ ഉസ്താദേ, വേണ്ട. മര്യാദക്ക് ചോദിച്ചിട്ട് തന്നില്ലെങ്കിൽ എനിക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. ഇല്ല, എന്നെ കൊന്നാലും ഞാൻ ഈ പൈസ തരില്ല. നീ ഇല്ല. തരില്ലേ? എടുക്കടാ കാശ്. കഴിച്ചെടുക്കല്ലേ? അടങ്ങി നിന്ന് പറയ്. എന്നെ അടിക്കല്ല. എടുക്കടാ കാശ്. എന്നെ അടിക്കല്ല, അച്ചൂട്ടി. ജോലി പോലെ പോക്കറ്റിൽ കയറി ഞാൻ വരികയ്ക്ക് നോറ്. എടുക്കാം. മണിയെ പിടിക്കണം അവനെ. പിടിക്കണം, മണിയെ. അച്ചൂട്ടി, എന്റെ ജോലി പോയി. അച്ചൂട്ടി കാലം പിടിക്കാൻ. അച്ചൂട്ടി വേണ്ട, അച്ചൂട്ടി കൊണ്ടുവരാ. മണിയാ, വാടാ. മിസ്റ്റർ, വഴിയിലൂടെ പോകുന്നവരെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി കാശ് മേടിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? നല്ല തണ്ടും തടിയുണ്ടല്ലോ. അന്തസ്സായി ജോലി ചെയ്ത് ജീവിച്ചൂടെ? നിർത്തടി. നീ ആരാടി എന്നെ പഠിപ്പിക്കാൻ? ജില്ലാ കളക്ടറോ? അല്ല, സിന്ധു. ആ പൈസ തിരിച്ചു കൊടുക്കണം. മനസ്സിലായില്ല. ആ പൈസ തിരിച്ചു കൊടുക്കാൻ. സിന്ധു, മോളെ. അയ്യോ. അശ്വിനി. മര്യാദയ്ക്കൂടെ കഴിഞ്ഞോളല്ലേ കൊന്നുകളെ ഞാൻ. വിടണ എന്നെ. നിനക്കെന്നെ മനസ്സിലായിട്ടേ പുല്ലേ അല്ലേ? ഞാൻ തിരിച്ചു വരുമ്പോ ഇവിടെ കണ്ടുപോകാനുണ്ടല്ലോ. നിങ്ങളെ ഞാൻ കെട്ടുകെട്ടിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. വിടണ. വാടാ. മോളെ, എന്നോടൊന്നും തോന്നരുത്. കുട്ടിയോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാ. ഇനി ഇവിടെ നിന്ന് ആപത്താ. അവൻ തിരിച്ചു വരുമ്പോ നിന്നെ ഇവിടെ കണ്ടാൽ എന്ത് ചെയ്യും? കൊന്നുകളയോ? അങ്ങനെ പേടിച്ചു പോകാനൊന്നും എന്നെ കിട്ടില്ല. എനിക്ക് രണ്ടിലൊന്നറിയണം. മോളെ, നിനക്കവന് ശരിക്കും അറിയാഞ്ഞിട്ടാ. എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ചാൽ അവനത് നടത്തിയിരിക്കും. അവൻ കാരണം മോക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇതിലും കൂടുതൽ ഇനി എന്ത് സംഭവിക്കാൻ? ചേച്ചി എന്നോട് ക്ഷമിക്കണം. ഫീച്ചറും പത്രവും എന്നൊക്കെ ഞാൻ പറഞ്ഞത് വെറും നുണയാ. എനിക്കെല്ലാം തന്നു ദൈവം, എല്ലാം. പക്ഷേ സ്നേഹം, ദയ, അത് മാത്രം കിട്ടിയില്ല. അമ്മയുടെ തോരാത്ത കണ്ണീർ, അച്ഛന്റെ നിസ്സഹായാവസ്ഥ, രണ്ടാനമ്മയുടെ ക്രൂരത. വർഷങ്ങൾക്ക് ശേഷം ബിസിനസ് എല്ലാം മതിയാക്കി അച്ഛൻ സിംഗപ്പൂരിൽ നിന്ന് നാട്ടിൽ വരുന്നു എന്നറിഞ്ഞപ്പോൾ അമ്മയ്ക്കും എനിക്കും സ്വർഗം കിട്ടിയതുപോലെയായിരുന്നു. പക്ഷേ വീട്ടിലേക്ക് വന്ന് കയറിയ അച്ഛനോടൊപ്പം ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, പത്മാവതി. അച്ഛന്റെ ബിസിനസ് പാർട്ട്ണർ. വെറും ബിസിനസ് പാർട്ട്ണർ മാത്രമായിരുന്നില്ല, അച്ഛന്റെ ലൈഫ് പാർട്ട്ണർ കൂടിയായിരുന്നു ആ സ്ത്രീ എന്നറിഞ്ഞതോടെ പാവം എന്റെ അമ്മ തകർന്നു പോയി. അവരുടെ അധികാരവും അഹങ്കാരവും നിറഞ്ഞ പെരുമാറ്റം അധികം നാൾ അമ്മയ്ക്ക് സഹിക്കേണ്ടി വന്നില്ല. ആ സ്ത്രീയെ നിയന്ത്രിക്കാനുള്ള ശക്തി അച്ഛന് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. എത്രയോ രാത്രികളിൽ ഒറ്റയ്ക്കിരുന്ന് കരയുന്ന അച്ഛന്റെ മുഖം ഞാൻ കണ്ടിട്ടുണ്ട്. മാനസിക പീഡനവും കുറ്റബോധവും ആയിരിക്കാം അച്ഛനെ ആത്മഹത്യയിൽ കൊണ്ടെത്തിച്ചത്. അച്ഛന്റെ മരണത്തോടെ ഒരു സത്യം ഞാൻ മനസ്സിലാക്കി. ഞങ്ങളുടെ എല്ലാ സ്വത്തുക്കളും ആ സ്ത്രീ അച്ഛനിൽ നിന്നും കൈക്കലാക്കി കഴിഞ്ഞിരുന്നു. എല്ലാം ഉണ്ടായിട്ടും
ഒന്നുമില്ലാത്തവളായി ആ സ്ത്രീയുടെ അവഗണനയും പുച്ഛവും സഹിച്ച് ഒരു അനാഥയെ പോലെ എനിക്ക് അവിടെ കഴിയേണ്ടി വന്നു. സ്വസ്ഥത അതെന്നും എന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഒരിക്കൽ പോലും സ്നേഹത്തോടെ ആ സ്ത്രീ എന്നോട് പെരുമാറിയിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ വീട്ടിൽ ഒരു അധികപ്പറ്റായിരുന്നു. വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയാൽ അവർ തിരിച്ചു വരുന്നത് രാത്രി എപ്പോഴെങ്കിലും ആയിരിക്കും. ഒറ്റപ്പെട്ട പകലുകളിൽ എനിക്ക് ഏക ആശ്വാസം മഞ്ജുവിന്റെ വീടായിരുന്നു. നഷ്ടപ്പെട്ടു പോയ സ്നേഹവും വാത്സല്യവും എനിക്ക് അവിടെ നിന്നും കിട്ടി. അല്ലെങ്കിലും മമ്മിയും ഡാഡി ഇങ്ങനെയോ ഒന്നിനും സമ്മതിക്കില്ല. ആന്റി, മഞ്ജു വാക്ക് കൊടുത്തു പോയതല്ലേ. ഒരു ആഡ് ഫിലിമിൽ അഭിനയിച്ചു എന്ന് വെച്ച് ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കലാതിലയം കിട്ടിയതിനു ശേഷം TV സീരിയലും മറ്റു അഭിനയിക്കാൻ എനിക്ക് എത്ര ഓഫേഴ്സ് വന്നറിയോ? അയ്യോ മോളെ, നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, കോഴ്സ് കഴിഞ്ഞിട്ട് മതി ഇതെല്ലാം. പ്ലീസ് അങ്കിൾ, അതിന് മഞ്ജുവിന് പെർമിഷൻ കൊടുത്തേ പറ്റൂ. എന്റെ ഒരു റിക്വസ്റ്റാ, ഒന്ന് പറയൂ ആന്റി. ആ എങ്കി സിന്ധു മോള് ഞങ്ങൾക്കൊരു വാക്ക് തരണം. മറ്റൊന്നുമല്ല, മോളുടെ കല്യാണക്കാരൻ തന്നെയാ. എന്റെ ചേച്ചിയുടെ മോനാ സുരേഷ്. ഡൽഹിയിലെ എയർഫോഴ്സിലാ. അയ്യോ, സുരേഷ് ആ യൂണിഫോം ഇട്ട് നിൽക്കുന്നതാണ് എന്ത് രസമാണെന്നറിയോ? മോള് മറ്റൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. ദേ, ചിറ്റയെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. അല്ലേ ദേവകി? വലിയ ആർഭാടമൊന്നുമില്ലാതെ വളരെ ലളിതമായ രീതിയിൽ കല്യാണം നടത്തിയാൽ മതിയെന്ന സുരേഷിന്റെ അഭിപ്രായം. പത്മാവതി അമ്മ എന്ത് പറയുന്നു? ഓ, അങ്ങനെയെങ്കി അങ്ങനെ. ദേവകി, സിന്ധുവിനോട് ചായ കൊണ്ടുവരാൻ പറയ്. സിന്ധു, ദാ, നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ആകാം. അത് ഞങ്ങൾ ഡൽഹി പോകുന്ന വഴിക്ക് സംസാരിച്ചോളാം. അല്ലേ സിന്ധു? അപ്പൊ എല്ലാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ അല്ലേ? വരുന്ന മാസം 10-ാം തീയതി കല്യാണം. അത് ഇവിടെ വെച്ച് നടത്തണമെന്ന് ഇപ്പൊ തന്നെ അങ്ങ് തീരുമാനിക്കാം. എന്താ പത്മാവതിയമ്മേ? ഇത്രയൊക്കെ തീരുമാനിച്ച സ്ഥിതിക്ക് ഇത് നിങ്ങളൊക്കെ അങ്ങ് തീരുമാനിച്ചാ മതി. എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുകയായിരുന്നു. അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ എന്നാശിച്ചു പോയ നിമിഷം